നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൈതച്ചക്കയാണ്. പൈനാപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരിൽ ഇതിൻ്റെ ഫലം ആഗോള വ്യാപകമായി അറിയപ്പെടുന്നു. കൈതച്ചക്ക ശീതളപാനീയമായും അതുപോലെ ക്രീമുകളായും ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. ക്ഷീണത്തെ അകറ്റുവാനും അതുപോലെ ദഹനശക്തിയെ ത്വരിതപ്പെടുത്തുവാനുമുള്ള കഴിവ് ഈ പൈനാപ്പിളിനുണ്ട്. ബ്രോമിലേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം എക്കാനസ് കോസ്മോസസ് എന്നാണ്. ബഹുനേത്ര എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഴ കൂടുതലായി ഉള്ള പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. നാട്ടിൻ പ്രദേശങ്ങളിൽ അതിർത്തികളിലും ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഏകദേശം 1 മീറ്റർ വരെ നീളത്തിൽ ഈ കൈതച്ചക്ക വളർന്നു വരാറുണ്ട്. വളരെ നീളമുള്ള ഇല, അതും തുടക്കത്തിൽ ചുവപ്പും അറ്റത്തോട്ടെത്തുമ്പോൾ പച്ച നിറത്തിലുമുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇലയുടെ അഗ്രം കൂർത്തിരിക്കും. ഇലയുടെ 2 വശങ്ങളിലായി നിറയെ മുള്ളുകളും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫലമാണ് ഔഷധയോഗ്യമായ ഭാഗം. ഫലത്തിന് പച്ച നിറവും അത് പാകമാകുമ്പോൾ ഒരു ചുവപ്പ് തവിട്ട് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ചുവപ്പ് നിറവും കാണാൻ സാധിക്കും. ഈ ഫലത്തിൻ്റെ മുകളിലായി മകുടം പോലെ റോസറ്റ് ഫോർമേഷനിലാണ് ഇതിൻ്റെ ഇലകൾ വിന്യസിച്ചിരിക്കുന്നതും കാണാം. പാകമായ കൈതച്ചക്കയിൽ ബ്രൊമാലിൻ എന്ന രാസഘടകം അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനശക്തിയെ കൂട്ടാൻ ഉളവാക്കുന്നതാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ ഇന്ന് സർവ്വസാധാരണമായ ഒരു പഴമാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. ബഹുനേത്ര എന്നാണ് ഇതിൻ്റെ പേര് പറയാം. ആ തൊലിയിൽ മുഴുവൻ കണ്ണുപോലെ ഇരിക്കും. ഇതിൻ്റെ പ്രയോഗത്തിൽ വരുമ്പോൾ ഈ ഔഷധത്തിൽ ഏറ്റവും പ്രയോഗത്തിൽ വരുമ്പോൾ ഈ ചില ത്വക്ക് രോഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ ചില കട്ടിയായിട്ട് വരുന്നൊരു എക്സിമയുണ്ട്. ഈ ഗജചർമ്മം എന്നതിന് പേര് പറയാം. ആനയുടെ തൊലി പോലെ വരുന്നൊരു കണ്ടീഷനിൽ കൈതച്ചക്കയുടെ തൊലി എടുത്തിട്ട് ഉരച്ച് തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിയും കുറയും കട്ടിയും കുറയും. അതുപോലെ തന്നെ ഈ തൊലി എടുത്ത് അരച്ച് ഈ ക്രീമാക്കിയിട്ട് കാലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയാണ് ഈ ആനയുടെ തൊലി പോലെ കട്ടിയായിട്ടുള്ള എക്സിമ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ അരച്ച് പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കുറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൈതച്ചക്കയുടെ ആ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണം കുറയുന്നതാണ്. പക്ഷേ ഇതിനൊരു വിരുദ്ധമുള്ളത്, അതായത് ഇതിന് പുളിയുള്ളത് കാരണം ഈ എല്ലാ രോഗത്തിലുള്ള കണ്ടീഷനിലും ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കഴിക്കാൻ പാടില്ല. കാരണം ഇത് ശരീരം മെലിയിക്കുന്നൊരു കണ്ടീഷനാണ്. ഈ ശരീരം മെലിയേണ്ട ആൾക്കാർക്ക് ദിവസേന പൈനാപ്പിൾ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ തടി കുറയും. പക്ഷെ അതുകൊണ്ട് തന്നെ ചില രോഗങ്ങൾ ഈ പുളി അധികം ഉള്ളത് കാരണം ചില രോഗങ്ങളിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളിൽ ഈ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല. കാരണം ഇത് പുളിയുള്ളതാകുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗർഭാശയത്തിന് ഒരു സങ്കോചം വന്ന് ചിലപ്പോൾ അബോർഷന് തന്നെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഗർഭിണികൾക്ക് ഇത് നിഷിദ്ധമാണ്.